ഏഴിന്റെ പണിക്ക് വേണ്ടിയിട്ട് ആരൊക്കെയായിരിക്കും ഇൻവൈറ്റ് ചെയ്യാൻ പോവുക? ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ ആരൊക്കെയായിരിക്കും ഉണ്ടാവുക? സ്റ്റാർ മാജിക് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന കുറച്ച് മുഖങ്ങളുണ്ട്. ഹോട്ട് സീറ്റിൽ ഇരുന്ന് തിളയ്ക്കുന്നത് നമ്മളെല്ലാവരും കാണാറുണ്ട്. എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരാളുടെ പേര് ഞാൻ പറയട്ടെ. യെസ്, രേണു സുധി. ജിമിക്കമ്പൽ നമ്മുടെ ഹിറ്റ് പാട്ടൊക്കെ അല്ലേ. ഒന്നെങ്കിൽ മൗനരാഗത്തിലെ ഐശ്വര്യ റാംസായി. ദേഷ്യം വന്നാൽ എക്സ്ട്രീം ആയിട്ട് ദേഷ്യപ്പെടും. കോമഡി ആണെങ്കിൽ അതിന്റെ എക്സ്ട്രീം ലെവലാണ്. ലാലേട്ടൻ ഏഴിന്റെ പണി കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവിടെ സ്നേഹവും കാര്യവും ഒന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും ഏഴിന്റെ പണി തന്നെ കിട്ടും. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. ഹലോ, മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റ് സംതിങ് സ്പെഷ്യലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ സംതിങ് സ്പെഷ്യൽ എന്താണെന്നറിയോ? ഇന്നിപ്പോൾ ലോകം മുഴുവനുള്ള എല്ലാ മലയാളികളും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മുടെ ഈ വർഷത്തെ സീസൺ 7 ബിഗ് ബോസ്. അതായത് ഞായറാഴ്ച ഏഷ്യാനെറ്റിലെ രാത്രി 7 മണിക്ക് നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് ഏഴിന്റെ പണിക്ക് വേണ്ടിയിട്ട് ആരൊക്കെയായിരിക്കും ഇൻവൈറ്റ് ചെയ്യാൻ പോവുക? ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ ആരൊക്കെയായിരിക്കും ഉണ്ടാവുക? എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിവിടെ എത്തിയിരിക്കുന്നത്, നാളെ നമ്മൾ നോക്കുമ്പോൾ ആരെയൊക്കെയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്? നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടാവുമോ? ഞാൻ ഇപ്പോൾ ഞങ്ങൾ മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ പ്രഡിക്ഷൻ ആണ് ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. നോക്കാം ആരൊക്കെയാണെന്ന്. നമ്പർ 1, ഷാനവാസ്, ഷാനു. അതായത് കുങ്കുമപ്പൂ എന്ന് പറഞ്ഞ സീരിയലിലൂടെ രുദ്രൻ എന്ന കഥാപാത്രത്തിലൂടെ മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ ഒരാൾ. മാത്രമല്ല അതിനുശേഷം സീത എന്ന സീരിയലിലൂടെ ഇന്ദ്രനായിട്ടും അദ്ദേഹം വന്ന് മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇടയിൽ ഒരു ചോക്ലേറ്റ് ഹീറോ, ആ ഒരു ഇമേജ് തന്നെയാണ് ഷാനു നിലനിർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് 100% ഷാനവാസ് ഈ പ്രാവശ്യത്തെ സീസൺ 7 ഉണ്ടാകുമെന്ന് തന്നെയാണ്. നോക്കാം. നമ്പർ 2, അനുമോൾ. സ്റ്റാർ മാജിക് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന കുറച്ച് മുഖങ്ങളുണ്ട്. അതിൽ എല്ലാവർക്കും എന്തായാലും അനുമോൾ എന്ന് പറഞ്ഞൊരു കുട്ടീൻ്റെ അവളുടെ ആ ഒരു കളിയും ചിരിയും ആ ഒരു എത്ര ആക്റ്റീവാണല്ലേ അനുവിൻ്റെ പേര് സ്റ്റാർ മാജിക്കിൽ പറയുമ്പോൾ പറയാതെ ആരും തന്നെ പോവില്ല. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരാളും കൂടിയാണ് അനു. ഇപ്പോൾ സ്റ്റാർ മാജിക് തീർന്നും കൂടി ഇരിക്കുന്ന അവസ്ഥയായതുകൊണ്ട് ഞങ്ങൾക്ക് 100% തോന്നുന്നുണ്ട് അനു വന്നു കഴിഞ്ഞാൽ ഈ സീസൺ 7 ബിഗ് ബോസിന് അത് ശരിക്കും ഒരു അസറ്റ് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് 100% അനുമോളുടെ പ്രസൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്പർ 3, ആര്യൻ കത്തോറിയ. ആര്യൻ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും ആര്യനെ അറിയാമെന്നുള്ളത്. കാരണം ആര്യൻ ഇതുവരേക്കും നമ്മുടെ മലയാളത്തിലെ ഓർമ്മകളിൽ എന്ന് പറഞ്ഞൊരു മലയാള സിനിമയിലാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇനി അദ്ദേഹം ദുൽഖർ നഹാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ഐ ആം ഗെയിം എന്ന് പറഞ്ഞ ചിത്രത്തിൽ ആര്യൻ അഭിനയിച്ചിട്ടുണ്ട്. അത് റിലീസാവാൻ പോകുന്നതേ ഉള്ളൂ ആ മൂവി. പിന്നെ ആര്യനെ കുറേ പേർക്ക് അറിയാവുന്നത്, ഒരു പക്ഷേ നിങ്ങൾ കുറേ അഡ്വർടൈസ്മെൻറ്റുകളിൽ ആര്യനെ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ഹോർഡിങ്സിലൊക്കെ ആര്യൻ ഒരുപാട് പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുറേ പേർക്ക് ആര്യനെ അറിയാം. കുറച്ച് പേർക്കായിരിക്കും ആര്യൻ ഇതാരായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷ ആര്യനെ കാണുമ്പോൾ ചിലർക്ക് തോന്നിയേക്കാം. ആര്യൻ എന്തായാലും ഒരു യൂത്തിനെ റിപ്രസെൻറ്റ് ചെയ്തിട്ട് ഈ പ്രാവശ്യം ബിഗ് ബോസ് സീസൺ 7 നമ്മൾ കാണുന്ന ഒരു മുഖമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. എന്തായാലും ആ ഒരു യൂത്തിൻ്റെ ആ ഒരു വൈബും ആ ഒരു ആ ഒരു എനർജി ലെവലും എല്ലാം ആര്യനിൽ ഞാൻ കാണുന്നുണ്ട്. നമ്പർ 4, ശാരിക. ശാരിക ഹോട്ട് സീറ്റിലിരുന്ന് തിളയ്ക്കുന്നത് നമ്മളെല്ലാവരും കാണാറുണ്ട്. ചില ആൾക്കാർക്കൊക്കെ പേടിയാണ് ശാരികയുടെ ഇൻ്റർവ്യൂവിൽ വന്ന് ഇരിക്കാൻ തന്നെ. എന്തൊരു പ്രൊവോക്കിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും ശാരികയുടെ ആ ഒരു പ്രസൻറ്റേഷനും എല്ലാം കാണുമ്പം പല ആൾക്കാർക്കും പേടിയും ചിലർക്ക് എന്നാൽ അത് കാണാൻ ഭയങ്കര താല്പര്യവും ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഹോട്ട് സീറ്റിലൂടെ ഇത്ര അധികം നമുക്ക് ആ ഒരു ഫീല് തരാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ 7 ശാരികയെ അവർ പ്ലേസ് ചെയ്തേക്കില്ലേ? ന്യായമല്ലേ? അപ്പോൾ ശാരിക വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? സാധാരണ നമ്മൾ ബിഗ് ബോസിൽ ഇത്രയധികം പ്രൊവോക്ക് ചെയ്യുന്ന പോലെ ഇങ്ങനത്തെ ഒരു ഹോട്ട് സീറ്റിൽ ഇരുന്ന പോലത്തെ ഒരാളെയൊന്നും നമ്മൾ ഇതുവരേക്കും കണ്ടിട്ടില്ല. ഇപ്പോൾ ശാരിക ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്കൊന്ന് പ്രതീക്ഷിക്കാം ശാരികനെ അവിടെ. നോക്കാം. നമ്പർ 5, മുൻഷി രഞ്ജിത്ത്. രഞ്ജിത്തേട്ടൻ്റെ പേര് പറയാൻ കാരണം കഴിഞ്ഞ കുറച്ച് സീസണുകളിലായിട്ട് നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റ് കേൾക്കുമ്പോൾ അവിടെയെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരു പേരാണ് മുൻഷി രഞ്ജിത്ത് എന്നുള്ളത്. പക്ഷേ ഇതുവരേക്കും അദ്ദേഹത്തിന് നമുക്ക് കാണാനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ സീസൺ 7 അദ്ദേഹത്തിൻ്റെ ഒരു സ്പേസ് ഞാൻ കാണുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ചാലഞ്ചിങ് തന്നെയായിരിക്കും. നമുക്ക് നോക്കാം. ഇപ്രാവശ്യം എന്തായാലും മുൻഷി രഞ്ജിത്ത് സീസൺ 7 ഉണ്ടാവും. നമ്പർ 6, നെവിൻ.
നെവിൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായെന്ന്. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അദ്ദേഹം ആരാണെന്ന്. അതായത് നമ്മുടെ അഭിഷേകും ജാൻമണിയും ചേർന്നിട്ടുള്ള ഒരുപാട് റീൽസ് ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അതിൽ ഒരു പക്ഷേ നിങ്ങൾ നെവിനെയും ഇത്തരത്തിലുള്ള ഇവരുടെ റീലുകളിൽ കണ്ടിട്ടുണ്ടാവണം. ഇപ്പം ആളെ മനസ്സിലായോ? നെവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നെവിനെ ഒരു മിക്സ് ഓഫ് ഇമോഷൻ്റെ അതും ഈ ഇമോഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവലാണ്. സന്തോഷം വന്നാൽ ഭയങ്കര എക്സ്ട്രീം ആയിട്ട് സന്തോഷിക്കും വരും, ദേഷ്യം വന്നാൽ എക്സ്ട്രീം ആയിട്ട് ദേഷ്യപ്പെടും, കോമഡി ആണെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം ലെവലാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇമോഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് നെവിന് അതിനകത്ത് എന്തായാലും ഒരു സ്പേസ് കാണുന്നുണ്ട്. നമ്പർ 7, ബിന്നി സെബാസ്റ്റ്യൻ. പൊതുവെ ഏഷ്യാനെറ്റിൽ സീരിയലുകളിൽ നിന്നും ഒരാളെ എപ്പോഴും കൊണ്ടുവരാറുണ്ട്. അങ്ങനെ ഇത്തവണത്തെ സീരിയലിൽ നിന്നും എല്ലാവരും പറഞ്ഞു കേട്ടിരുന്നത് ഒന്നെങ്കിൽ മൗനരാഗത്തിലെ ഐശ്വര്യ റാംസായി, അല്ലെങ്കിൽ ഗീതാ ഗോവിന്ദത്തിലെ ബിന്നി. ഇങ്ങനെയുള്ളൊരു പേരാണ് പലരുടെയും പ്രഡിക്ഷൻ ലിസ്റ്റിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, എന്തായാലും ഐശ്വര്യ ആവില്ല. കാരണം മൗനരാഗം സീരിയലിന്റെ ക്ലൈമാക്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ്, സീരിയൽ തീർന്നിട്ടില്ല. അറ്റ് ദ സെയിം ടൈം ഗീതാ ഗോവിന്ദം കംപ്ലീറ്റ് ആയിട്ട് ക്ലൈമാക്സ് എല്ലാം കഴിഞ്ഞ് സീരിയൽ തീർന്നു. അപ്പോൾ ബിന്നി അവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് തീർച്ചയായിട്ടും പറയുന്നത് അവിടെ ബിന്നി തന്നെയായിരിക്കും ഇത്തവണ സീസൺ 7 ഉണ്ടാവുക എന്നാണ്. നമ്പർ 8, അപ്പാനി ശരത്. അപ്പാനിയുടെ പേര് പറയാൻ കാരണം എന്താണെന്ന് അറിയോ? എല്ലാ പ്രാവശ്യവും സീരിയലുകൾ പോലെ തന്നെ നമ്മൾ സിനിമയിൽ നിന്നും ഒരാൾ ബിഗ് ബോസിൽ വരുന്നത് കാണാറുണ്ട്. പോയ തവണ അൻസിബി ആയിരുന്നു സിനിമയിൽ നിന്നും റെപ്രസെന്റ് ചെയ്ത് വന്ന ഒരു കാൻഡിഡേറ്റ്. അങ്ങനെ നോക്കുമ്പോൾ ഇത്തവണ അവർ ലാസ്റ്റ് ടൈം ഫീമെയിൽ ആയതുകൊണ്ട് ഇത്തവണ ഒരു മെയിലിനെ കൊണ്ടുവരാനാണ് ചാൻസ്. അങ്ങനെ നോക്കിയപ്പോൾ തോന്നുന്നതാണ് അപ്പാനി തന്നെയായിരിക്കും. പിന്നെ അപ്പാനി വന്നു കഴിഞ്ഞാൽ അപ്പാനിയും ലാലേട്ടനും തമ്മിൽ നമ്മൾ ജിമിക്കി കമ്മൽ നമ്മുടെ ഹിറ്റ് പാട്ടൊക്കെ അല്ലേ, അപ്പോൾ അവർ ഒരുമിച്ച് സിനിമയും ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു സ്നേഹബന്ധമുണ്ട്. പക്ഷേ ഈ സ്നേഹബന്ധമൊന്നും ലാലേട്ടൻ 7ന്റെ പണി കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവിടെ സ്നേഹവും കാര്യവും ഒന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും 7ന്റെ പണി തന്നെ കിട്ടും. അപ്പോൾ അപ്പാനിയും ലാലേട്ടനും തമ്മിലുള്ള കോമ്പിനേഷൻ ജിമിക്കി കമ്മൽ പോലെ തന്നെ ഹിറ്റ് ആകും. ഇപ്രാവശ്യം കപ്പും കൊണ്ടുവരുമോ നോക്കാം. നമ്പർ 9, കലാഭവൻ സരിക. കാരണം കോമഡി സെക്ടേഴ്സിൽ നിന്നും എല്ലാ പ്രാവശ്യവും നമ്മൾ കാണുന്ന പോലെ ഓരോരുത്തരും ഈ പ്രാവശ്യം പ്രഡിക്ഷൻ ലിസ്റ്റിൽ പല പല പേരുകൾ കേട്ടിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് തോന്നുന്നത് സരിക തന്നെയായിരിക്കും ഈ പ്രാവശ്യം കോമഡി സെക്ടറിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ബിഗ് ബോസിൽ വരാൻ പോകുന്നതെന്നാണ്. എന്തായാലും സരിക ഒരുപാട് കോമഡി ഷോസിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ഒക്കെ നമ്മുടെയൊക്കെ മനസ്സ് കീഴടക്കിയ ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. സരികയുടെ സ്പേസ് തീർച്ചയായിട്ടും ബിഗ് ബോസിൽ അങ്ങനെ തന്നെ ഉണ്ടാവും. നമ്പർ 10, അക്ബർ ഖാൻ. അക്ബറിനെ തീർച്ചയായിട്ടും ഓരോരോ സെക്ടേഴ്സ് നോക്കുമ്പോൾ പാട്ടിൻ്റെ സെക്ടർ, അതായത് സിംഗേഴ്സിൻ്റെ സൈഡിലേക്ക് ഇവർ നോക്കിക്കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതനായ അക്ബർ. കാരണം റിയാലിറ്റി ഷോസിലൂടെ എല്ലാവർക്കും അക്ബറിനെ അറിയാം. മാത്രമല്ല അക്ബറിൻ്റെ സംസാര രീതി എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ്. ഭയങ്കര ഹ്യൂമർ സെൻസ് ആണ്, ഭയങ്കര നല്ല രസമായിട്ട് കൗണ്ടർ പറയും. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അക്ബറിനെ ഫോളോ ചെയ്യുന്ന ഒരു കാറ്റഗറി ആൾക്കാർ തന്നെയുണ്ട്. അപ്പോൾ ബിഗ് ബോസിലെ ഈ പ്രശ്ന സീസൺ 7 അവിടെ ഒരു ഹ്യൂമറായിട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനും അവിടെ മൊത്തത്തിൽ ആ ഒരു മ്യൂസിക് വൈബൊക്കെ കൊടുക്കാനും അക്ബറിന് തീർച്ചയായിട്ടും സാധിക്കും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. നമ്പർ 11, അഭിശ്രീ. അഭിശ്രീ ഞാൻ പറയാൻ കാരണം അഭിശ്രീ കണ്ടന്റ് ക്രിയേറ്റർ ആണ്. നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ തന്നെ ആ അഭിശ്രീ പല രീതിയിലുള്ള കോണ്ടന്റ്സ് ചെയ്ത് തന്നെയും ഇതുവരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു സെക്ടറിലേക്ക് നോക്കിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും അഭിശ്രീക്ക് തന്നെയാണ് ആ ഒരു ചാൻസ് കൂടുതലായിട്ടും കാണുന്നത്. നമ്പർ 12, RJ ബിൻസി. RJ കാറ്റഗറിയിലേക്ക് പോകുമ്പോൾ പലരുടെയും പേര് നമ്മൾ ഇതുവരെ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ കേട്ട് കഴിഞ്ഞിരുന്നു. പക്ഷേ ചാൻസസ് കൂടുതലും എനിക്കിപ്പോൾ തോന്നുന്നു മനോരമയിലെ ഷോസിലെ ആങ്കർ ആയിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ലൊരു RJ കൂടി ആയതുകൊണ്ട് ബാക്കിയുള്ള RJയെക്കാളിലും ഞങ്ങൾക്ക് കൂടുതലും ചാൻസസ് കൂടുതൽ തോന്നുന്നത് ബിൻസിക്ക് തന്നെയാണ്. നമ്പർ 13, ശൈത്യ സന്തോഷ്. ശൈത്യനെ നമുക്ക് എല്ലാവർക്കും പരിചയം എങ്ങനെയാ? അതെ, റിയാലിറ്റി ഷോയിലൂടെയാണ്. ഇതേ റിയാലിറ്റി ഷോയിൽ തന്നെ ഫൈനലിൽ വന്നപ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടിയില്ല എന്നുള്ളൊരു സങ്കടം കാരണം അന്ന് അവിടുന്ന് സമ്മാനം വാങ്ങാതെ ശൈത്യ ഇറങ്ങിപ്പോയത് നമ്മളെല്ലാവരും കണ്ടതാണ്. ആ ഒരു ഇൻസിഡൻറ്റ് വളരെയധികം വൈറലുമായ ഒന്നാണ്. പിന്നെ നിങ്ങൾക്കറിയോ, ശൈത്യ നല്ലൊരു അഡ്വക്കേറ്റും കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ ഭയങ്കര മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരാളെ നമുക്ക് തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസണിൽ പ്രതീക്ഷിക്കായിരിക്കും അല്ലേ? നമ്പർ 14, ഒണിയൽ സാബു. ഭക്ഷണ പ്രേമികൾക്കെല്ലാം എന്തായാലും സാബുവിനെ കൂടുതലായിട്ടും അറിയാൻ പറ്റും അല്ലേ? ഞാൻ മനസ്സിലാക്കിയത്തോളം ഒണിയൽ സാബു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ തന്നെയാണ്. അപ്പോൾ ഒരു യുണീക്നെസ് അദ്ദേഹത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് സീസൺ 7 അദ്ദേഹം ഉണ്ടാകുമോ? നമ്പർ 15, ദീപക് മോഹൻ. സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണ്. ദീപക് എന്ന് പറയുമ്പോൾ വളരെയധികം എല്ലാവരെയും ഭയങ്കര ചിരിപ്പിക്കാനും ഇങ്ങനെ ട്രോളുന്നതിൽ ശരിക്കും ആശാൻ എന്ന് തന്നെ നമുക്ക് പറയാം.
അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ദീപക് എത്തിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ അവിടെയുള്ള ബാക്കിയുള്ള കാൻഡിഡേറ്റ്സ് എല്ലാവരും വെച്ച് ട്രോളാൻ പറ്റുന്ന ഒരു കണ്ടന്റ് അത് ക്രിയേറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ദീപകിന് സാധിക്കും എന്ന് വിചാരിക്കുന്നു. ഈ പ്രാവശ്യത്തെ സീസൺ 7 ദീപകിന്റെ പ്രസൻസ് 100% ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല. ചിലപ്പം ഉണ്ടാവാം, ചിലപ്പം ഉണ്ടാവാതിരിക്കാം. പക്ഷെ ചാൻസസ് കൂടുതൽ കാണുന്നു, അത്രയേ ഉള്ളൂ. നമ്പർ 16 ആരായിരിക്കും? ആദില നൂറ. ആദില നൂറ എന്നൊക്കെ പേര് ഇങ്ങനെ പലരും പറഞ്ഞ് എന്താ പറയുക, സീസൺ 7 പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ പറയുമ്പോൾ ആദ്യം മുതലേ എല്ലാവരും തന്നെ പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു പേരുകൾ തന്നെയാണിത്. പക്ഷെ ചിലർ പറഞ്ഞു ഇവർ ചിലപ്പോൾ സ്പ്ലിറ്റ് ആയിട്ട് ഇതിൽ ആരെങ്കിലും ഒരാളായിരിക്കും വരാൻ ചാൻസസ് ഉണ്ടാവുക, 2 പേരും കൂടെ ഉണ്ടാവില്ല എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ പറയട്ടെ, ഇവർ 2 പേരും ഒരുമിച്ച് തന്നെയായിരിക്കും സീസൺ 7 ഉണ്ടാവുക. അതും ഒറ്റ മത്സരാർത്ഥിയായിട്ട് ഇവർ 2 പേരെയും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് 16 പേരുടെ പേര് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇനിയുള്ള 2 പേര് കോമണേഴ്സ് ആണ്. ഇത്രയും നമ്മൾ സീസൺ 6 വരെ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതുവരേക്കും കാണാത്തത് കോമണേഴ്സിൽ എന്താണ്? ഒരു മെയിൽ കോമണറെ നമ്മൾ കണ്ടിട്ടേയില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ സീസൺ 7 ബിഗ് ബോസിൽ ഞങ്ങൾ കാണുന്നത് ഒരാള് മെയിൽ കോമണർ തന്നെയായിരിക്കും. ഇനി എല്ലാവരും വിചാരിച്ച് വെച്ചിരിക്കുന്ന ഒരാളുടെ പേര് ഞാൻ പറയട്ടെ. യെസ്, രേണു സുധി. എന്തുകൊണ്ട് ഞാൻ ഇത്ര നേരമായിട്ട് രേണുവിൻ്റെ പേര് പറഞ്ഞില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാവരും. കാരണം രേണുവിൻ്റെ കുറേ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ട്രെൻഡിങ്ങിൽ രേണു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ബിഗ് ബോസിലെ രേണുവിൻ്റെ പ്രസൻസ് എല്ലാവരും പ്രതീക്ഷിച്ച ഒന്നാണ്. പക്ഷേ രേണു ഉണ്ടാവാനും ഉണ്ടാതിരിക്കാനുള്ള ചാൻസസ് ഞങ്ങൾ കാണുന്നുണ്ട്. ഒരു പക്ഷേ രേണുവിനെ ചിലപ്പം എന്തായാലും ഫസ്റ്റ് ഡേയിൽ ഇവർ വീട്ടിലേക്ക് നമുക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഒരു പക്ഷേ 2ാമത്തെ ദിവസമോ അല്ലെങ്കിൽ 3ാമത്തെ ദിവസമോ അല്ലെങ്കിൽ ഒരു വൈൽഡ് കാർഡ് അങ്ങനെ ഒരു എൻട്രി അങ്ങനെയൊക്കെയാണ് മിക്കവാറും രേണുവിന് ബിഗ് ബോസ് സീസൺ 7 ഞങ്ങൾക്ക് തോന്നുന്നുള്ളൂ. പക്ഷെ നമുക്കറിയില്ല, നോക്കാം. മലയാളത്തിൽ ബിഗ് ബോസ് തുടങ്ങിയെന്ന് കേൾക്കുമ്പോൾ മുതൽ തന്നെ നമ്മൾ കേട്ടിരിക്കുന്ന ഒരു പേരായിരുന്നു ജിഷിൻ മോഹൻ. പക്ഷേ ഇത്രയും ഈ സീസൺ 6 ആയിട്ടും അദ്ദേഹത്തെ നമ്മൾ ബിഗ് ബോസിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും തുടർച്ചയായിട്ട് ഇത്രയും സീസൺസിൽ കേൾക്കുന്നത് കൊണ്ട് ജിഷിൻ്റെ ചാൻസ് സീസൺ 7 എല്ലാവരും പറയുന്നുണ്ട്, നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഫസ്റ്റ് ഡേ എഗെയിൻ ജിഷിനെ പ്രതീക്ഷിക്കേണ്ട ആരും. ഈ പറയുന്ന പോലെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടോ അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും ദിവസങ്ങളോ അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും മിക്കവാറും ജിഷിനെ ഇവർ പ്ലേസ് ചെയ്യുന്നുണ്ടാവുക. ഇത്ര നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് സീസൺ 7 നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ പേരുകളാണ്. എന്നാൽ ഇനി വലിയ ചാൻസസ് ഒന്നും കാണുന്നില്ലാത്ത 1-2 ആൾക്കാരുടെ പേരും കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അതിൽ ഒന്ന് രേഖ രതീഷ്. കുറച്ച് നാളുകളായിട്ട് ആൾക്കാരെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു രേഖ ചേച്ചി മിക്കവാറും സീസൺ 7 ഉണ്ടാവും എന്നൊക്കെ. പക്ഷേ ഞങ്ങൾക്ക് തോന്നുന്നു വളരെ ചാൻസസ് വളരെ കുറവായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. രേഖ ചേച്ചി ഉണ്ടാവാനുള്ള ചാൻസസ് കുറവായിട്ടാണ് കാണുന്നത്. പിന്നെ അറിയില്ല കേട്ടോ. പിന്നെ മറ്റൊരാളെന്ന് പറയുന്നത് ആദിത്യൻ ജയൻ. അദ്ദേഹം ഈ പ്രാവശ്യത്തെ സീസൺ 7 ഉണ്ടാവാതിരിക്കാനുള്ള ചാൻസസ് ആണ് കൂടുതലായിട്ടും ഞങ്ങൾ കാണുന്നത്. പിന്നെ ഇതൊന്നും നമുക്ക് 100% ഒന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ, ഇതൊക്കെ ഒരു പ്രഡിക്ഷൻസ് അല്ലേ. ഇനി ഒരാളുള്ളത്, ഇത്രയും ദിവസങ്ങളായിട്ട് പലരുടെയും പ്രഡിക്ഷൻ ലിസ്റ്റ് നിങ്ങൾ കേൾക്കുന്നില്ലേ, ഇതിൽ ആരും പറയാത്തൊരാളുണ്ട്. യെസ്, ഒരു ഗേൾ ആണ് എന്ന് മാത്രമേ എൻ്റെ ക്ലൂ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സിനിമ മോഡലിംഗ് രംഗത്ത് നിന്നുമുള്ള ഒരാളാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷെ ആരാണെന്ന് എത്ര ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതാരാണെന്ന് നമുക്ക് ലാലേട്ടൻ തന്നെ വന്ന് വിളിക്കുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അത് കുറച്ച് സസ്പെൻസ് ആയിട്ട് തന്നെ അവിടെ ഇരിക്കട്ടെ, നോക്കാം ആരാന്നത്. ഇനി വൈൽഡ് കാർഡിലൂടെ ഒരാൾക്കും കൂടെ ഉള്ളൊരു ചാൻസ് നമ്മൾ എല്ലാവരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. മറ്റാരുമല്ല, ഏഷ്യാനെറ്റിലൂടെ കുറേ പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് എല്ലാവരുടെയും ഇഷ്ടം പിടിച്ച് പറ്റുന്ന ഒരു ആങ്കർ. യെസ്, മീര അനിൽ. മീര വൈൽഡ് കാർഡുമായിട്ട് കയറും കയറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. വരുമോ ഇല്ലയോ അതും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ടെലിവിഷൻ പ്രേക്ഷകരുടെ വലിയൊരു ഹീറോ തന്നെയാണ് യെസ് നിഖിൽ നായർ. നിഖിൽ ഈ പ്രാവശ്യം സീസൺ 7 പലരും പ്രതീക്ഷിക്കുന്നുണ്ട്. പോയ വർഷം ശ്രീതുവിനെ എല്ലാവരും കണ്ടതാണല്ലോ. ശ്രീതുവിന്റെ നായകനായിട്ട് നിഖിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോയ വർഷം ശ്രീതുവിനെ കണ്ടു. ഇത്തവണ അവിടെ നിഖിൽ ആയിരിക്കും ശ്രീതുവിന് പകരം ഉണ്ടാവുക എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. നോക്കാം. ഇതൊക്കെയാണ് ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ 7 പ്രഡിക്ഷൻ ഞങ്ങൾക്ക് തരാൻ പറ്റുന്നത്. ഇതിൽ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നതിൽ എത്ര ആൾക്കാർ ഈ പ്രാവശ്യത്തെ സീസൺ 7 ഉണ്ടാവും എന്ന് നമുക്ക് ലാലേട്ടൻ വന്ന് നമുക്ക് പരിചയപ്പെടുത്തുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഇനി നമുക്ക് ഒരു ദിവസം കൂടെ കാത്തിരുന്നാൽ മതി. നാളെ ഏഷ്യാനെറ്റിൽ നമുക്ക് വൈകുന്നേരം 7 മണിക്ക് ബിഗ് ബോസ് സീസൺ 7 ആരൊക്കെ കാത്തിരിക്കൂ.